ഹലോ മച്ചമരെ, SD ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ MT വാസുദേവൻ നായരുടെ 91-ാം പിറന്നാൾ ദിനമാണ് ഇന്ന്. വിവിധ മേഖലയിലുള്ളവർ, എഴുത്തുകാർ തുടങ്ങിയ എല്ലാവരും ജന്മദിനാശംസകൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ വ്യത്യസ്തമാണ് മമ്മൂട്ടിയുടെ ആശംസ. പ്രിയ MT സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഫോട്ടോസുമുണ്ട്. ഒന്ന്, അവർ ഫാമിലി അടക്കം മമ്മൂട്ടിയുടെയും അതേപോലെ MT വാസുദേവൻ നായരുടെയും ഫാമിലി ചേർത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും, മറ്റൊന്ന് മമ്മൂട്ടിയും MTയും ഒരുമിച്ചുള്ള ഫോട്ടോയും. ഇത് രണ്ടും കാണുമ്പോൾ നമുക്കൊരു കാര്യമാണ്, എന്നൊക്കെ MT വാസുദേവൻ നായരുടെ കഥയിൽ മമ്മൂട്ടി വന്നിട്ടുണ്ടോ അന്നൊക്കെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം, അല്ലെങ്കിൽ എന്ത് MT മനസ്സിൽ കരുതിയിരുന്നു അതിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസുമായി നമ്മൾക്ക് കണ്ടിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടി തന്നെ പറയുകയുണ്ടായി, MTക്ക് മമ്മൂട്ടിയെ കൊണ്ട് ആവശ്യമൊന്നുമില്ല, പക്ഷേ മമ്മൂട്ടിക്ക് MTയെ കൊണ്ട് വലിയ ആവശ്യമാണ്. കാരണം സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത മമ്മൂട്ടി MTയുടെ അടുത്തേക്ക് പോവുകയും പലപ്പോഴായി അദ്ദേഹത്തെ കാണാൻ നിൽക്കുകയും അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ വലിയ അടുപ്പമായി മാറുന്നു. അതായത് തന്നെക്കൊണ്ട് ഒരു ആവശ്യവുമില്ലാത്ത MT വാസുദേവൻ നായരെ തന്നിലേക്ക് ആകർഷിച്ചു മമ്മൂട്ടി. അതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു യാത്ര നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്, മലയാളത്തിലെ എണ്ണം തികഞ്ഞ ഏത് സിനിമ എടുത്തു നോക്കിയാലും മമ്മൂട്ടി MT കൂട്ടുകെട്ടാണോ അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു 91-ാം വയസ്സിലും നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു സിനിമയാണ്. അതായത് പ്രിയ മമ്മൂക്ക, അങ്ങയോടുള്ള ഒരു അപേക്ഷ തന്നെയാണ്, എത്രയും പെട്ടെന്ന് മമ്മൂക്ക MT സാറും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ ചെയ്യണം. അത് ഞങ്ങൾ മലയാളികളുടെ ആവശ്യം തന്നെയാണ്. വേറൊന്നുമല്ല, ഒരുപാട് സിനിമകൾ വ്യത്യസ്തമായി അങ്ങ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം MTയും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അദ്ദേഹം അങ്ങയുടെ എത്രത്തോളം മികച്ചതോ വ്യത്യസ്തത പുലർത്തുന്നോ സിനിമയേക്കാൾ കൂടുതൽ സാധാരണ രീതിയിൽ വരുന്നതോ എങ്ങനെയുള്ളതാണെങ്കിലും MTയും മമ്മൂട്ടിയും ചേർന്നുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മൾക്ക് വേണ്ടത്. കാരണം അങ്ങനെ ഒരു സിനിമ വന്നാൽ അത് ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ മുകളിൽ നിൽക്കുമെന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. എന്താണേലും ഞങ്ങൾ പ്രേക്ഷകർ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട MT സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അങ്ങ് നേരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഗുരുദക്ഷിണയായി ഞങ്ങൾ കാണുന്നതും. എന്തായാലും പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടിയും MTയും ചേർന്നിട്ട് ഒരു സിനിമ വരുമെന്നുള്ളത്. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് MTയുടെ തൂലികയിൽ പിറന്നത്, എങ്ങനെയാണ് ഒരു കഥയെ മാറ്റിമറിക്കാൻ കഴിയുന്നത്. അതുവരെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മിത്തിനെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ ചതിയൻ ചന്തുവിനെ നല്ലവനാക്കി. ഇന്ന് ചന്തുവിനെ നമ്മൾ ഒരിക്കലും ഒരു ചതിയനായി കാണാൻ പോലും കഴിയില്ല. കാരണം ആ ചന്തുവിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന മമ്മൂട്ടിയാണ്. അതേപോലെ തന്നെ ആ ചന്തുവിൻ്റെ കഥ നമുക്ക് വരുന്നത് MTയുടെ തൂലികയിൽ നിന്നാണ്. അപ്പോൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടിയും MTയും ചേർന്നിട്ടുള്ള ഒരു സിനിമ ഈ വർഷം തന്നെ ചെയ്യും എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂക്ക എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ അങ്ങയുടെ മുന്നിൽ ഒന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും അങ്ങ് ഈ ഒരു തീരുമാനമെടുക്കണം. അങ്ങും MT സാറുമൊത്ത് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഓരോ മലയാളിയുടെയും ആവശ്യമാണ്.